ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കയ്യേറ്റം ഉണ്ടായാൽ അത് ഒഴിപ്പിക്കാനാണ് ബുൾഡോസർ ഉപയോഗിക്കുന്നത്. ഇതിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാൻ കഴിയുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് അച്യുതൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ ബുൾഡോസർ രാജിനെ ന്യായീകരിച്ചുകൊണ്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. ഈ ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി പോലും കർശനമായ ഒരു നടപടി അല്ലെങ്കിൽ കർശനമായ വിമർശനം അതിൽ ഉന്നയിച്ചിരുന്നു. അതായത് ബുൾഡോസർ രാജ് അത് ശരിയായ ഒന്നല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഈ ബുൾഡോസർ രാജിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്. അതായത് ഉത്തർപ്രദേശിൽ ബുൾഡോസർ രാജ് ആവശ്യമായിരുന്ന ഒന്നായിരുന്നു. എവിടെയെങ്കിലും കയ്യേറ്റമുണ്ടായാൽ അത് ഒഴിപ്പിക്കാൻ ബുൾഡോസർ ഉപയോഗിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാനും കയ്യേറ്റം ഒഴിപ്പിക്കാനും കഴിയും. ഇത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് യോഗി ആദിത്യനാഥ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. മറ്റ് വിഷയങ്ങളിലും യോഗി ആദിത്യനാഥ് പ്രതികരിച്ചിരുന്നു. അത് ഈ റോഡുകളിലെ നിസ്കാരം സംബന്ധിച്ച നിരോധനം ഏർപ്പെടുത്തിയതിലും വഖഫ് ബില്ലിലടക്കം യോഗി ആദിത്യനാഥ് ഈ അഭിമുഖത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വഖഫ് ബില്ലിൽ പറഞ്ഞത് നല്ല പ്രവൃത്തികളെയെല്ലാം എതിർക്കുന്നു. വഖഫ് ബോർഡ് എന്തെങ്കിലും ക്ഷേമം ചെയ്തിട്ടുണ്ടോ, മുസ്ലിം വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. വ്യക്തിപരമായ സ്വാർത്ഥതയുടെ കേന്ദ്രമായി അത് മാറി എന്ന ഒരു വിമർശനം കൂടി ആ ബോർഡിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പല കാര്യങ്ങളിലാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചിരിക്കുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു.